ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ ടൂളിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഫേസ്ബുക്ക് തീർച്ചയായിട്ടും ഒരുപാട് ക്രിയേറ്റേഴ്സിനെ വിഡ്ഢികളാക്കുന്നു എന്ന് തന്നെ ഞാൻ ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. എന്താന്ന് വെച്ചാൽ നല്ല കണക്കിന് വ്യൂസ്, മില്യൺ കണക്കിന് വ്യൂസ് വരുന്നുണ്ട്. അവരുടെ ഫോളോവേഴ്സ് ആണെങ്കിലോ നല്ല ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട്. എന്നിട്ടും അവർക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ആയി കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് ഫേസ്ബുക്കിൽ എങ്ങനെയാണ്, ക്രൈറ്റീരിയ എന്നുള്ള മാനദണ്ഡം അല്ല. ഇൻവൈറ്റ് ഓൺലി എന്ന് പറഞ്ഞിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു, അതിലൂടെ ഫേസ്ബുക്കിന് ഇഷ്ടമുണ്ടെങ്കിൽ അവർക്ക് മോണിറ്റൈസേഷൻ ടൂള് എനേബിൾ ചെയ്ത് കൊടുക്കുന്നു. ഈ ഒരു സ്ഥിതിയാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. ഈ ഒരു സ്ഥിതി തന്നെ ശരിക്കും പറഞ്ഞാൽ ഫേസ്ബുക്ക് വിഡ്ഢികളാക്കുകയാണ് ക്രിയേറ്ററിനെ. എന്താന്ന് വെച്ചാൽ ഇതിൽ പൈസ കിട്ടുന്നവർക്ക് പൈസ കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ചിലവരുടെ മോണിറ്റൈസേഷൻ അത് എടുത്തും കളയുന്നുണ്ട്. എന്നിട്ട് ഇൻവൈറ്റ് ഓൺലി എന്നുള്ളത് വന്നിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു, പക്ഷെ മോണിറ്റൈസേഷൻ കിട്ടുന്നില്ല. ചിലവർക്ക് 50 ഫോളോവേഴ്സ് ഒക്കെ ആയിരിക്കും. 0 ഫോളോവേഴ്സ് വിട്ടിട്ട് ഇൻവൈറ്റ് ഓൺലി കൊടുക്കാൻ പറ്റും. അവർക്ക് ചിലപ്പോൾ മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജും ഉണ്ട്, അതുപോലെ തന്നെ ഫേസ്ബുക്ക് പ്രൊഫൈലും ഉണ്ട്. ഇത് രണ്ടും മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ മോണിറ്റൈസേഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവൈറ്റ് ഓൺലി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് ഈ ആഡ്സ് ഓൺ റീൽസ്, അതുപോലെ തന്നെ ഈ ഫേസ്ബുക്കിന്റെ മറ്റുള്ള ടൂളുകളെല്ലാം, ഫേസ്ബുക്കിൽ ഒട്ടനവധി ടൂളുകളുണ്ട്, മോണിറ്റൈസേഷന്റെ റീൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം എനേബിൾ ചെയ്ത് കൊടുക്കുന്നത് ഇത് ഇൻവൈറ്റ് ഓൺലി എന്നുള്ള പ്രൊസീജിയറിലൂടെയാണ് ഇപ്പൊ നടന്നു പോകുന്നത്. ഇതിൽ തന്നെ ഒരുപാട് ഫാമിലി മെമ്പേഴ്സായി അവർക്ക് നല്ല രീതിയിൽ മില്യൺ കണക്കിന് വ്യൂസ് ഉണ്ട്, നല്ല റീച്ച് ഉണ്ട്, പേജ് നല്ല റീച്ച് ഉണ്ട്, അവർക്കൊന്നും ഏണിങ്സ് കിട്ടുന്നില്ല. ഇത് ശരിക്കും ക്രിയേറ്ററിന് ഡീമോട്ടിവേഷൻ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. മുമ്പ് ക്രൈറ്റീരിയ 5000 ഫോളോവേഴ്സും 60,000 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ആ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി എന്തായാലും ഫാമിലി ഒരുപാട് വീഡിയോസ് ഇടും. ആ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കിയാൽ മോണിറ്റൈസേഷൻ കിട്ടും. മോണിറ്റൈസേഷൻ കിട്ടിയ സ്ഥിതിക്ക് എന്താണ്, ഇനി കഷ്ടപ്പെടുന്നതിലൂടെ ഏണിങ്സ് കിട്ടുമല്ലോ എന്നുള്ള ഒരു ചിന്താഗതിയോട് കൂടിയിട്ട് ഫേസ്ബുക്കിൽ വർക്ക് ചെയ്യുമായിരുന്നു. ഇപ്പോ ഇൻവൈറ്റ് ഓൺലി എത്ര കൊടുത്തിട്ടും അവര് മോണിറ്റൈസേഷൻ കൊടുക്കുന്നില്ല. നല്ല റീച്ചും, അത് മില്യൺ കണക്കിന് റീച്ചും കിട്ടുന്നുണ്ട് പേജിൽ. എന്നിട്ടും ഇൻവൈറ്റ് ഓൺലി കൊടുത്തിട്ടും മോണിറ്റൈസേഷൻ കിട്ടുന്നില്ല. അതിനൊരു പ്രത്യേക ക്രൈറ്റീരിയയും ഇല്ല. നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തൂ, ഇൻവൈറ്റ് ഓൺലി മതിയോ അതോ ഈ ഒരു പ്രത്യേക ക്രൈറ്റീരിയ, അതായത് എന്തെങ്കിലും ഒരു ടാർഗറ്റ് ഇങ്ങനെ നിങ്ങൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ തരുന്നതായിരിക്കും എന്നുള്ള ഒരു ക്രൈറ്റീരിയ വെക്കണാണോ നല്ലത് എന്നുള്ളത് തീർച്ചയായും ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് പേരുടെ നല്ല മില്യൺ കണക്കിന് വ്യൂസ് പോകുന്നുണ്ട്, അവർക്ക് ഏണിങ്സ് കിട്ടുന്നില്ല. ഇങ്ങനെ ഈ മില്യൺ കണക്കിന് വ്യൂസ് പോകുമ്പോൾ അതിന്റെ പൈസയൊക്കെ ആരുടെ കയ്യിലിരിക്കും? ഫേസ്ബുക്കിന്റെ കയ്യിൽ തന്നെ ഇരിക്കും. അപ്പൊ അതിൽ നിന്ന് നല്ല ഒരുപാട് ആളുകളുടെ തരത്തിൽ മില്യൺ കണക്കിന് വ്യൂസും കാര്യങ്ങളൊക്കെ അവർ പേജിൽ നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് വീഡിയോസൊക്കെ മില്യൺ കണക്കിന് വ്യൂസ് വരുന്ന ഏണിങ്സ് ഒക്കെ ഫേസ്ബുക്കിന്റെ കൈ വെക്കുകയും ഈ ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ളവർക്ക് ഒന്നും കിട്ടാത്ത അവസ്ഥയും കണ്ടുവരുന്നതിലൂടെയാണ് ഈ ഒരു കാര്യം നമ്മുടെ ഫാമിലി ആയിട്ട് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത്. ഒരുപാട് പേർക്ക് ഇൻവൈറ്റ് ഓൺലി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇൻവൈറ്റ് ഓൺലി കൊടുക്കുന്നുണ്ട്, പക്ഷെ ഫേസ്ബുക്ക് സ്വീകരിക്കുന്നില്ല, അവർക്ക് മോണിറ്റൈസേഷൻ കൊടുക്കുന്നില്ല. അങ്ങനെയുള്ള പ്രവണത കണ്ടുവരുന്നത് കൊണ്ട് ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പൊ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമന്റ് ഞാൻ നോക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവർ എല്ലാവർക്കും ബൈ.